സംസാര ഭാഷയായിട്ട് എനിക്ക് ഏറ്റവും ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ഭാഷ മലയാളം തന്നെയാണ്. മലയാളം, തമിഴും ഇംഗ്ലീഷും തന്നെയാണ് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഭാഷകൾ. ബാക്കി ഭാഷകളൊന്നും എനിക്ക് എനിക്കിപ്പോൾ കേട്ടാൽ മനസ്സിലാവും എന്നുള്ളൂ. കന്നഡ ഒട്ടും തന്നെ അറിയില്ല. പിന്നെ ഈ പാടുന്നൊരു പ്രോസസ്സ് ആകുമ്പോൾ ഏത് ലാംഗ്വേജ് ആണെങ്കിലും കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ആക്ച്വലി മലയാളത്തിൽ എഴുതിയെടുത്തിട്ടാണ് പാടുന്നത്. തെലുങ്കാണെങ്കിൽ ഏത് ഭാഷയാണെങ്കിലും മലയാളത്തിൽ എഴുതുക. അപ്പം എനിക്കെന്തോ അത് ഉച്ചാരണം എനിക്ക് മലയാളത്തിൽ എഴുതിയെടുത്ത് അത് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ്, പിന്നെ നമ്മൾ കുറച്ച് ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ദെയർ. പിന്നെ അവിടെ നമ്മളെ കറക്റ്റ് ചെയ്യാൻ ആളുകളൊക്കെ ഉണ്ട്. പണ്ടത്തെ പോലെ അങ്ങനൊന്നും അല്ല. ഇന്നിപ്പം നമുക്ക് തെറ്റിയാലും കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അവസരം ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് എല്ലാ സിംഗേഴ്സ്, ഇപ്പം വേറെ സിംഗേഴ്സിന്റെ കാര്യം എടുത്താലും ഇപ്പം നോൺ മലയാളി സിംഗേഴ്സ് മലയാളത്തിൽ പാടുന്നുണ്ടല്ലോ. അപ്പം അവർക്കും അവരുടെ ലാംഗ്വേജിൽ അവർ ചിന്തിച്ചിട്ട് മലയാളത്തിലെ ഭാഷ ഒബ്സർവ് ചെയ്ത് പാടുമ്പോഴത്തേക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ ഒരു ഹെർക്കുലിയൻ ടാസ്ക് അല്ല എന്ന് എനിക്ക് തോന്നുന്നു. എക്സ്പീരിയൻസ് ഡിഫറൻസ് ആവുന്ന നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു ആൾക്കാരനുസരിച്ചാണ്. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ആൾക്കാരുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി, പല പല ഭാഷകളിൽ. കൂട്ടത്തിൽ എനിക്ക് കന്നഡയാണ് കുറച്ച് ടാക്ടിലും കുറച്ച് ബുദ്ധിമുട്ട്. ആൾക്കാർക്ക് ഒരു എന്താ പറയാ, നമ്മളുള്ള ഒരു അപ്രോച്ചും ആ ഒരു രീതി ഇടപെടൽ. തെലുഗു പീപ്പിൾ ആർ ദ സ്വീറ്റസ്റ്റ് പീപ്പിൾ. ഞാനത് എവിടെ വേണമെങ്കിലും പറയും. അവർ ആക്ച്വലി അവർ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആണ്. നമ്മൾ റെസ്പെക്ട്ഫുൾ എന്ന് വെച്ചാൽ നമ്മളെ താണു വീണ മണങ്ങണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. റെസ്പെക്ട്ഫുൾ എന്ന് പറയുമ്പോഴത്തേക്കും അവർ നമ്മൾ ചെയ്യുന്ന ജോലിയെ അവർ റെസ്പെക്ട് ചെയ്യുന്നു. നമ്മൾ എടുക്കുന്ന പണിക്ക് കൃത്യമായി പ്രതിഫലം തരുന്നു, കൃത്യമായി ശമ്പളം തരുന്നു. അതാണ് റെസ്പെക്ട് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ കൃത്യമായി, വളരെ പ്രോപ്പറായി ഓർഗനൈസ്ഡ് ആയി അത്രയും വലിയൊരു ഇൻഡസ്ട്രിയാണ്. അവരത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് ഇതുവരെ ഒരു മോശം എക്സ്പീരിയൻസ് തെലുങ്കും ഉണ്ടായിട്ടില്ല. മറിച്ച് കന്നഡയിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സോ യെസ്, എനിക്കൊന്ന് തെലുങ്കാണ് ഏറ്റവും എനിക്ക് ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് പറയാം. അങ്ങനെ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഇൻഡസ്ട്രി. ഫിലിം ഇൻഡസ്ട്രീസ് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ലൈക്ക് അത് തെലുങ്കിനെ മാറ്റി, അത് ഭയങ്കര നല്ല ഇൻഡസ്ട്രിയാണ്.